ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് മാത്സ് ആണ് എക്സാം. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മോഡലായിട്ട് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻസ്ട്രക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തേതിലെ എ ചോദ്യമാണ്, ഗിവൺ ഹിയർ ആർ സം സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ് താഴെ തന്നിട്ടുള്ളത്. അതിൽ കറക്റ്റുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിട്ടുള്ള പിക്ചറിനെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ്, ഒരു സർക്കിളാണ് അല്ലേ. ഒരു സർക്കിളിൻ്റെ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗം 144 ഡിഗ്രിയാണ് അല്ലേ. 144 ഡിഗ്രിയാണ് ഉള്ളത്. നമുക്കറിയാം ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് 360 ഡിഗ്രിയാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൽ നിന്നുമാണ് ഈ ഒരു 144 ഡിഗ്രി ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി ഓപ്ഷൻ എ, 2/5 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്, അഥവാ 2.5 ഭാഗം ഈ സർക്കിളിൻ്റെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് 1/3 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. ഇതിൻ്റെ 1/3 ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. 2/10 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. അതിൻ്റെ 2/10 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. 4/10 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. ഇതിൻ്റെ 10ൽ 4 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കണ്ടുപിടിക്കേണ്ടത് എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആകെയുള്ളത് എത്രയാണ്, 360 ആണ് ഉള്ളത്. അതിൽ എത്രയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്, 144 ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിനെ ചെറുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും, 360 എന്നുള്ളത് 180 ആയിട്ട് മാറും. ദെൻ 144 എന്നുള്ളത് 72 ആയിട്ട് മാറും. ഇനി നമുക്കിതിനെ വീണ്ടും വെട്ടി ചെറുതാക്കാം അല്ലേ. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര ആയിട്ട് മാറും, അപ്പോൾ 180 എന്നുള്ളത് 90 ആയിട്ട് മാറും. 72 എന്നുള്ളത് 80 ആയിട്ടും 36 ആയിട്ടും മാറും. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം 4 × 9 എന്ന് പറയുന്നത് 36 ആണ് അല്ലേ. 4 × 9 എന്ന് പറയുന്നത് 36 ആണ്. അതുപോലെ തന്നെ 10 × 9 എന്ന് പറയുന്നത് 90 ആണ്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് വീണ്ടും വെട്ടിച്ചേർക്കിയാൽ മതി. ഇവിടെ 9ഉം 9ഉം കൂടെ വെട്ടുക. പിന്നെ അതുപോലെ തന്നെ ഇനി ഇവിടെ ഉള്ളത് എത്രയാണ്, 4/10 എന്നുള്ളതാണ് ഉള്ളത്. ഇനി 4/10 എന്ന് പറയുന്നത് എന്താണ്, 2/5 എന്നതിന് ഈക്വലാണ്. 4/10 എന്ന് പറയുന്നത് 2/5 എന്നതിന് ഈക്വലാണ്. അപ്പോൾ ഇതിൻ്റെ 2/5 ആണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ആൻസർ ഏതാണ്, ഒന്നാമത്തേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അത് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, താഴെയുള്ള ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ എക്സാം പാറ്റേൺ അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ 1 ഓൺലി കറക്റ്റ്, 2 and 4 are only correct, 1 and 2 are only correct, 4 only correct. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്, ഓപ്ഷൻ എ ആണ്. 1 ഓൺലി കറക്റ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നമുക്കിതിലെ ബി ചോദ്യമാണ് നോക്കാനുള്ളത്. ഡ്രോ ദ ഫിഗർ ഇൻ ഗിവൺ മെഷർമെൻറ്റ്. താഴെ നമുക്ക് മെഷർമെൻറ്റിൽ ഒരു ഫിഗർ വരക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെയുള്ള ഫിഗർ മെഷർമെൻറ്റ് വെച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്കെയിൽ വെച്ചിട്ട് 6 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്നും ഇത് നമുക്കറിയാം ഈ കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി കോണാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഇങ്ങനെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനാണ്, ലംബമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി അളക്കുക. എന്നിട്ട് ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നേരെ വരച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സ്കെയിൽ വെച്ചിട്ട് 4 സെൻറ്റിമീറ്റർ അളന്നിട്ട് എവിടെയാണോ 4 സെൻറ്റിമീറ്റർ വരുന്നത് അവിടെ നമ്മൾ ഡോട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ കോണാണ് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ വീണ്ടും പ്രൊട്രാക്ടർ വെക്കുക. അതിനുശേഷം 60 ഡിഗ്രി അളന്നെഴുതുക. ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 60 ഡിഗ്രി അളക്കുക. അപ്പോൾ ഏകദേശം വരുന്നത് എവിടെയാണോ എന്നുള്ളത് നോക്കുക, അത് നേരെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ 2 ലൈനും കൂടിയിട്ട് അതിനുശേഷം സ്കെയിൽ ഇത് 4.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അളക്കുക. അതെവിടെയാണോ വരുന്നത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ 4 സെൻറ്റിമീറ്ററും ഇവിടെയുള്ള 4.5 സെൻറ്റിമീറ്ററും കൂടെ അളന്ന് അത് രണ്ടും കൂടെ സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെയുള്ളത് തന്നെയായിരിക്കും നിങ്ങൾക്കും ലഭിക്കുന്നത്. അങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള പിക്ചർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ കോണിന് ആംഗിളിൻ്റെ അളവ് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് എടുത്തതിന് ശേഷം വരയ്ക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഗിവൺ ബിലോ
ഹോസ് വോളിയം ഈസ് 48 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ്. ഇവിടെ താഴെ നമുക്ക് കുറച്ച് മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതിൻ്റെ വോളിയമാണ് 48 ക്യൂബിക് സെൻറ്റിമീറ്റർ വരുന്നത് എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ സി 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ഡി 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കറിയാം വോളിയം എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്? വി ഈക്വൽ ടു എന്താണ്? എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് അല്ലേ, അഥവാ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ 3 മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. എ എന്ന് പറയുന്നത് എന്തായിരുന്നു? 4 ഇൻറ്റു 3 അല്ലേ. 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 12 ആണ് അല്ലേ. പിന്നെന്താണ്? 12 ഇൻറ്റു 3 അല്ലേ. 12 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ നമുക്ക് കിട്ടി, 36 ആണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തത് നോക്കൂ. രണ്ടാമത്തത് 6 ഇൻറ്റു 4 ആണ് അല്ലേ. 6 ഇൻറ്റു 4 എന്ന് പറയുന്നത് 24. 24 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ മനസ്സിലായി. ഇനി ഏതെങ്കിലും ഇതുപോലെ ഉണ്ടോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് വൺ ഏതാണ്? 6 ഇൻറ്റു 4 ആണ്. 6 ഇൻറ്റു 4 നമ്മൾ പറഞ്ഞു 24 ആണ്. 24 ഇൻറ്റു 3 ആണ് അല്ലേ. 24 ഇൻറ്റു 3 എന്ന് പറയുന്നത് 72 ആണ്. ഇനി മൂന്നാമത്തത് 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ് അല്ലേ. 16 ഇൻറ്റു 4 എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 48 ക്യൂബിക് സെൻറ്റിമീറ്റർ വരുന്നത് ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ബി എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ എന്നുള്ളതിനുകൊണ്ടാണ് നമുക്ക് ആ റെക്റ്റാങ്കുലർ ബ്ലോക്കിന് മാത്രമേ 48 ക്യൂബിക് സെൻറ്റിമീറ്റർ വരികയുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലെ ബി ആണ്. എ റെക്റ്റാങ്കുലർ അക്വേറിയം ഹാസ് ഇന്നർ ലെങ്ത് 50 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 40 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ. ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ് വിൽ ദാറ്റ് അക്വേറിയം ഹോൾഡ്? അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ അക്വേറിയമാണ്. അതിൻ്റെ ഇന്നർ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 50 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 25 ആണ്. ഇതിൽ എത്ര വെള്ളം കൊള്ളും എന്നുള്ള ലിറ്റേഴ്സിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെയും നമ്മൾ കാണേണ്ടത് എന്ത് തന്നെയാണ്? ഇതിൻ്റെ കപ്പാസിറ്റിയാണ് കാണേണ്ടത് അല്ലേ. വോളിയം അല്ല, ഇതിൻ്റെ കപ്പാസിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. കപ്പാസിറ്റി ഈക്വൽ ടു കപ്പാസിറ്റി എങ്ങനെ കാണുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് തന്നെയാണ് അല്ലേ. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. അപ്പോൾ 50 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 40 ആണ്. ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് 25 ആണ്. 25. ഇനി എന്ത് ചെയ്താൽ മതി? 50 ഇൻറ്റു 40 എന്ന് പറയുന്നത് എത്രയാണ്? 5ഉം 4ഉം കൂടെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 20 ആണല്ലേ. അപ്പോൾ 20 എഴുതുക. ഇൻറ്റു 20 എത്ര 0 കൂടെ ആഡ് ചെയ്യണം? 2 0 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ്? 2000 ഇൻറ്റു 25 ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 2025 കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 50 എന്ന് കിട്ടും. ഓക്കെ, 50. എന്നിട്ട് നമ്മൾ എത്ര 0 കൂടെ കൂട്ടി കൊടുക്കണം? 3 0 കൂടെ കൂട്ടി കൊടുക്കണം. അഥവാ 50,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്താണ്? ക്യൂബിക് സെൻറ്റിമീറ്ററിലാണുള്ളത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ലിറ്ററിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ലിറ്റർ എന്ന് എഴുതി കൊടുക്കാം. ലിറ്റേഴ്സ് എത്ര ലിറ്റേഴ്സാണ്? ഈക്വൽ ടു 5000 ഡിവൈഡഡ് ബൈ 1000 എന്ന് ചെയ്ത് കൊടുക്കുക. 3 0 കൂടെ വെട്ടിക്കളയുക, ഇവിടെയും വെട്ടിക്കളയുക. ആൻസർ എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 50 ലിറ്റേഴ്സ് ആണ് ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത്. ഇനി ഇതിലെ സി ചോദ്യം എന്ന് പറയുന്നത് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആർ നീഡഡ് ടു ഫിൽ ദ അക്വേറിയം അപ് ടു എ ഹൈറ്റ് ഓഫ് 20 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ളത് എത്രയാണ്? 25 ഹൈറ്റ് ആണുള്ളത്, 25 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണുള്ളത്. പക്ഷേ അതിൽ 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വെള്ളം നിറക്കണമെങ്കിൽ എത്ര വാട്ടർ വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ചെറിയ ചേഞ്ചസുകൾ വരും. നമുക്ക് എന്ത് ചെയ്യാം? അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ സിയുടെ ഉത്തരമാണ്. ഇവിടെയും ഇതേ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കപ്പാസിറ്റി ഈക്വൽ ടു എന്ത് ചെയ്യണം? എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ചെയ്യണം. ഇവിടെ എൽ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ കണ്ടു 50 ആണല്ലേ. അപ്പോൾ 50 ഇൻറ്റു ബി എന്ന് പറയുന്നത് എത്രയാണ്? ഇതേ സെയിം ബ്രെഡ്ത്ത് തന്നെയാണ്, 40 ആണ്. ഇനി ഹൈറ്റിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ, അത് 20 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2000 ഇൻറ്റു 20 എന്ന് വരും. 4 ഇൻറ്റു 4 2 ഇൻറ്റു 2 എത്രയാണ്? 4 എത്രയായാലും 4ഉം ബാക്കി എത്ര 0 വരും? 5 zeros വരും. 3 zeros ഇതിലും ഈ സീറോസും. അപ്പോൾ 40,000 എന്നായിട്ട് മാറും. ഇനി ഈ 40,000 എന്താണ്? ക്യൂബിക് സെൻറ്റിമീറ്റർ ആണല്ലേ. ഇതിനെ നമ്മൾ ലിറ്റേഴ്സിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? 40,000 ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ്? 40 ലിറ്റേഴ്സ് എന്നാണ് വരിക.
ഇപ്പോൾ 40 ലിറ്റേഴ്സ് വാട്ടർ ആണ് ഇതിൽ 20 ഹൈറ്റിൽ വെള്ളം നിറക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഇതിൽ ദ തേർഡ് ക്വസ്റ്റ്യൻ ഹാസ് 2 questions 3A and 3B. യു ഓൺലി നീഡ് ടു ആൻസർ വൺ ഓഫ് ദം. ഇവിടെ 3Aയിൽ 3Aയും 3Bയും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ഇതിൽ 3A ആണ്. ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺസ് ഗിവൺ ബിലോ. താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ റീസൺസും നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? അനദർ ഫോം ഓഫ് 1/3 വിത്ത് 15 ആസ് ഡിനോമിനേറ്റേഴ്സ് ഈസ് 5 ഡിവൈഡഡ് ബൈ 15 എന്നാണ്. ഇവിടെ 1/3യുടെ 15 ഡിനോമിനേറ്റർ ആയിട്ടുള്ള സംഖ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോം എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 15 എന്നുള്ളതാണെന്നാണ് പറയുന്നത്. ഇനി അതിനുള്ള റീസൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് if 1 and 3 in 1/3 is multiplied by 5 we get 5 divided by 15. അപ്പോൾ 1/3 എന്നുള്ളത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 5 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുന്നത് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് 1/3 എന്നുള്ളതാണ് അല്ലേ. 1/3 എന്ന് പറയുന്നതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു 5 എന്ന് പറയുന്നത് 5 ആണല്ലേ. 3 ഇൻറ്റു 5 എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ആൻസർ കറക്റ്റാണ്. അപ്പോൾ എന്താണ്, സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, റീസൺ പറഞ്ഞിട്ടുള്ളതും കറക്റ്റാണ്. ഇനി ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദോസ് ഗിവൺ ബിലോ. താഴെയുള്ളതിൽ നിന്നും ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ജസ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ഇനി വേണ്ടത്. ഇവിടെ എ ഓപ്ഷൻ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് നോട്ട് കറക്റ്റ്. ഇവിടെ എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ് പക്ഷേ റീസണ് കറക്റ്റ് അല്ല. ഓപ്ഷൻ ബി ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ നോട്ട് കറക്റ്റഡ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റും റീസണും കറക്റ്റ് അല്ല എന്നാണ് ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ആൻഡ് ദ റീസൺ ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല പക്ഷേ റീസൺ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ റീസൺ ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റും റീസണും കറക്റ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടും കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇനി ബി ചോദ്യം, റൈറ്റ് 2 forms of 1/3 and 1/5 that have same denominator in different forms. അതോ 1/3യുടെയും 1/5ൻ്റെയും മറ്റൊരു ഫോംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ബി ആണ് ചോദ്യം എന്ന് പറയുന്നത്. 1/3 ഇൻറ്റു എന്ത് ചെയ്യാം, 1/3 ഇൻറ്റു 5 ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 1/3 ഇൻറ്റു 5 എന്ന് പറയുന്നത് ഇവിടെ 5 കിട്ടും, ഇവിടെ 15 എന്ന് വരും. അടുത്തതായിട്ട് വരുന്നത് 1/5 ആണല്ലേ. 1/5നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ 3 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടും? 1 ഇൻറ്റു 3 എന്ന് പറയുന്നത് 3 കിട്ടും. 5 ഇൻറ്റു 3 എന്ന് പറയുന്നത് 15 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? ഈ ഫോം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. അടുത്തൊരു ഫോം എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 15 എന്നുള്ളതാണ്. 3 ഡിവൈഡഡ് ബൈ 15 എന്നും വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അടുത്തൊരു ഫോമും കൂടെ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? 5 ഡിവൈഡഡ് ബൈ 15 എന്നതിനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 2 എന്ന് പറയുന്നത് 10 എന്ന് കിട്ടും. അതുപോലെ തന്നെ 15 ഇൻറ്റു 2 എന്ന് പറയുന്നത് 30 എന്ന് കിട്ടും. ഇനി അടുത്തതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? 3 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 2 ചെയ്ത് നോക്കുക. ഓക്കെ, എത്രയായിരിക്കും? 3 ഇൻറ്റു 2 എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ തന്നെ 15 ഇൻറ്റു 2 എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ അനദർ ഫോം എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഇത് എഴുതി കൊടുക്കാം, അതുപോലെ ഇത് എഴുതാം. അടുത്തത് ഇതും എഴുതി കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, if 52 kilograms of rice is packed equally in 8 packets, how many kilograms of rice will be each packets? അഥവാ 52 കിലോഗ്രാം റൈസ് നമ്മൾ 8 പാക്കറ്റിലാക്കിയിട്ട് ഒരേപോലെ പാക്ക് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ പാക്കറ്റിലും എത്ര ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എത്രയാണ്? 52 ആണ്. 52നെ നമ്മൾ എന്ത് ചെയ്യണം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ 52 എന്ന് പറയുന്നതിൽ നമുക്ക് 4 പോവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? 52 ഡിവൈഡഡ് ബൈ 4. ഇവിടെ 1 പോവും, ഇവിടെ 4 ആണ്. അതുപോലെ തന്നെ ഇനിയുള്ളത് എന്താണ്? 2 ആണ് ബാക്കിയുള്ളത് അല്ലേ. 12ൽ എത്ര പ്രാവശ്യം പോകും? 13. അപ്പോൾ നമുക്ക് മനസ്സിലായി 13 പോകും അല്ലേ. 13 ഇൻറ്റു 4. ഇവിടെ എന്ത് ചെയ്യുക? 4ൽ 8 പോകുന്നത് 2 ടൈംസ് ആണ്. അപ്പോൾ 2 ഇൻറ്റു 4 ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 4ഉം 4ഉം കൂടെ പോകുമ്പോൾ 13 എന്ന് കിട്ടും. ഇനി ഈ 13 എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് ലഘൂകരിക്കാം. അപ്പോൾ 2ൽ ചെയ്യുമ്പോൾ ഇവിടെ 30ൽ എത്ര പ്രാവശ്യം പോകും? 5 ടൈംസ് പോകും. 10 ആണ്, ബാക്കി 3 ആണ് ഉള്ളത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 5
3/2 എന്ന് എഴുതാം. 5 3/2. അപ്പോൾ 5 3/2 കിലോഗ്രാംസ് ആണ് ഒരു പാക്കറ്റിൽ ഉണ്ടായിരിക്കുക എന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൂട്ടുകാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി നന്നായിട്ട് എക്സാം എഴുതുക. കാരണം നാളെയാണ് എക്സാം. കുറേ സമയം നമുക്ക് ഇതിനായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഈ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കേൾക്കാം. മാത്സിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ കൂട്ടുകാർക്കും നന്നായിട്ട് തന്നെ എക്സാം എഴുതാനും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനും വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.